മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചു വന്നിരിക്കുകയാണ്. തൃശ്ശൂരെ കോർപ്പറേഷൻ ആരെടുക്കുന്നുള്ളത് നമുക്ക് തൃശ്ശൂരുകാരോട് നമുക്ക് ചോദിക്കാം. UDF അധികാരത്തിൽ വരുന്നതാണ് കണക്കൂട്ടിൽ ഞങ്ങളുടെ. കാരണം റോഡിൻ്റെ ശോചനാവസ്ഥയും ഭരണം അത്രയ്ക്ക് പരമല്ലാതെ. സുരേഷ് ഗോപി ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി എടുത്താൽ സുരേഷ് ഗോപി ഉണ്ടെങ്കിൽ അപ്പോൾ ഈ എല്ലാം LDF എടുക്കും. എന്താ വെച്ചാൽ കോൺഗ്രസ് തല്ലുകൂടി നിൽക്കല്ലേ. എന്താണ് ഇപ്പോൾ പറയാൻ കാരണം? അതാ ഇവർ തല്ലുകൂടി നിൽക്കല്ലേ. ഇവർ എവിടെ പോയാലും തല്ലുകൂടിയിട്ട് നിൽക്കും. ഈ തല്ലുകൂടുന്ന കാരണമാണ് അവർക്ക് എളുപ്പത്തിൽ ജയിക്കുക. അത് മൂന്നാം പ്രാവശ്യം LDF അവരെന്നെ എടുക്കും. ഒരു സംശയമില്ല. എന്താ കാരണം വെച്ചാൽ ഇവർ എവിടെ പോയാലും തല്ലുണ്ടാക്കും. ഇത് ജയിച്ചു വന്നാലും എന്തൊക്കെ മേയർ കാശ് എനിക്ക് വേണമെങ്കിൽ അപ്പോഴും ഉണ്ടാക്കും. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും LDF ആണ്. എൻ്റെ അഭിപ്രായത്തിൽ വെച്ചെങ്കിൽ ഇവർ തല്ലുകൊണ്ട കാരണം ഇവർ വലിയ തല്ലുകൂടാണ്ടിരുന്നെങ്കിൽ നമുക്ക് UDF വരുമെന്ന് വിചാരിക്കാം. കഴിഞ്ഞ തവണ തല്ലുകൂടിയുള്ള ഭരണം പോയത്. തൃശ്ശൂർ കോർപ്പറേഷൻ ആരെടുക്കുമെന്നാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? അഭിപ്രായത്തിൽ BJP എടുക്കും. എന്താ കാരണം പറയാൻ കാരണം? എല്ലായിടത്തും മുന്നേറ്റമുണ്ട്. വർക്ക് കൂടുതൽ പല ആൾക്കാർ പോലെ CPI കോൺഗ്രസ് ആയാലും ആൾക്കാർക്കും മതി തുടങ്ങി. അപ്പോൾ ആൾക്കാർക്ക് BJP എടുക്കുന്നതാണ് ചേട്ടൻ്റെ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. തൃശ്ശൂർ കോർപ്പറേഷൻ ആരെടുക്കും? തൃശ്ശൂർ കോർപ്പറേഷൻ ഇടതുപക്ഷം ഭരിക്കും. എന്താ കാരണം? കാരണം വെച്ചാൽ ഈ 10 കൊല്ലം ഭരിച്ച ഭരണ തുടർച്ചയായത് വികസനം നടത്തിയതിൻ്റെ ഇതിൽ ജനങ്ങൾ കോർപ്പറേഷൻ അവർക്ക് തന്നെ ഭരിക്കും സാധ്യത. ഭരിക്കും, ഉറപ്പായിട്ട് ഭരിക്കും. ഇത് വികസനം നോക്കണം നമ്മൾ. കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ വികസനം, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ആശുപത്രി എടുത്ത് നോക്കിയാൽ അറിയാം, സ്കൂളുകൾ നോക്കിയാൽ പ്രൈവറ്റ് സ്കൂളൊക്കെ പൂട്ടി തുടങ്ങി. സർക്കാർ സ്കൂളിൽ നിന്ന് അത്ര മനോഹരമായി സ്കൂൾ പണിത് കൊടുത്തതാണ്. അതുപോലെ പെൻഷൻ വാക്ക് പരിശോധിക്കുക 2000 ആക്കി. അടുത്ത ഭരണം ഏപ്രിൽ മാസം ആകുമ്പോൾ 2500 ആക്കും. മുൻ സർക്കാർ ഭരിച്ചപ്പോൾ 18 മാസം കുടിശ്ശികയുണ്ടാവും. അതിന് ആ കുടിശ്ശികയാണ് ആദ്യം ഒപ്പിട്ട് കൊടുത്തത്. ഇപ്പോൾ ഒരു 5 പൈസ കുടിശ്ശികയില്ല. എല്ലാ മേഖലയും പരിശോധിച്ച് നോക്കുമ്പോൾ 100% ഇടതുപക്ഷം സാധ്യതയുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ ഇപ്പോൾ UDF എടുക്കാൻ സാധ്യത. എന്താ കാരണം? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതുവരെ ഭരിച്ചിട്ട് ഈ 5 കൊല്ലം ഭരിച്ചിട്ടുള്ള അംഗങ്ങൾ റോഡ് കുണ്ടുകെടുക്കലും ഓരോന്ന് ഇങ്ങനെ ചെയ്യലും. ഇപ്പൊ ഈ ഇലക്ഷന്റെ നേരത്തിന് അവര് മഴയത്ത് ടാറിങ് ഇതൊക്കെയായിരുന്നു. കഴിഞ്ഞ മാസം മഴയത്ത് ടാറിങ്ങിന്റെ അങ്ങനെയായിരുന്നു അവരെ പരിപാടികൾ. അപ്പൊ അതിന്റെ പേരില് ഇനിയിപ്പോ ഒരു ഭരണം മാറിയാലും ഇവിടെ നല്ലൊരു ഇത് നടക്കുള്ളൂ. ഒരു മാറ്റം അനിവാര്യമാണ്. അങ്ങനെ തൃശ്ശൂർ കോർപ്പറേഷൻ ആരെടുക്കും? തൃശ്ശൂർ കോർപ്പറേഷൻ ആരെടുക്കുന്നു പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മാറി എടുക്കാന്നുള്ള ഒരു സംവിധാനമാണ് എല്ലാവർക്കും താല്പര്യം. എപ്പോഴും ഒരാൾ ഭരിക്കുമ്പോൾ താല്പര്യമില്ലായിരിക്കും. അപ്പം അതുകൊണ്ട് മാറ്റം എല്ലാവരും ജനങ്ങളായിരിക്കുന്നുണ്ട്. അത് ഉറപ്പണുണ്ടായിരുന്നു. അപ്പോൾ എത്ര നാളും അവർ ഇപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം അത് കഴിഞ്ഞിപ്പോൾ എത്ര പ്രാവശ്യം അവർ അപ്പോൾ എങ്ങനെ ഭരണം നല്ലതെന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ഏതാ നല്ലതെന്ന് വെച്ചാൽ അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് എല്ലാവരും. നമസ്കാരം ചേട്ടാ. നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ ആരെടുക്കും? എന്താണ് ചേട്ടൻ്റെ ഒരു പൊതുവെ ഒരു അഭിപ്രായം? ജയിക്കും. എന്താണ് അതിന് കാരണം, ജയിക്കാൻ കാരണം? ഇപ്പോൾ 2 കൊല്ലം ഇപ്പോൾ 2 വട്ടം അവരെടുത്തല്ലോ. അപ്പോൾ 3-ാം വട്ടം എടുക്കാൻ കാരണം ഒരു ചേട്ടന് പറയുന്ന കാരണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടാവില്ല? അഭിപ്രായം പറയാറില്ല. എന്നാലും എന്തെങ്കിലും ഒരു ഇതുണ്ടാവില്ല. അത് ഇപ്പോൾ പെൻഷൻ കൂട്ടി കൊടുത്ത കാരണമാണോ, എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു മനമാറ്റം? പെൻഷൻ കൊടുത്തതിൻ്റെ ഒരു മാറ്റം നമുക്ക് സംഭവിക്കില്ല. അപ്പോൾ ഇപ്രാവശ്യം 3-ാം വട്ടം നമ്മുടെ പിണറായി സർക്കാർ എടുക്കുന്നതാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം. നമസ്കാരം മേഡം. നമ്മുടെ ഇലക്ഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ ആരെടുക്കുക? എന്താണ് മാഡത്തിൻ്റെ ഒരു അഭിപ്രായം എന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ? എനിക്ക് ഇവിടുത്തെ പറ്റിയിട്ട് അങ്ങനെ അറിയില്ല. ഞാൻ തൃശ്ശൂർ നാട്ടുകാർക്കല്ല. എവിടെയാണ്? ഞാൻ പാലക്കാട്. പാലക്കാട് അവിടുത്തെ നെന്മാറയാണ് ഹസ്ബൻഡിന്റെ വീട്. എന്റെ വീട് ഒറ്റപ്പാലത്താണ്. അല്ല, അവിടെ ആരാണ് അവിടുത്തെ കാര്യം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന്? അവിടെയൊക്കെ BJP കാരാണ് എടുക്കുന്നുള്ള. നമ്മുടെ LDF-കാരാണ്. ഞങ്ങളുടെ നാട്ടില് അവിടെയൊക്കെ ഒറ്റപ്പാലത്തൊക്കെ രണ്ടും ഉണ്ട്, എല്ലാണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ BJP-കാരാണ്. തൃശ്ശൂർ ആരെടുക്കും? തൃശ്ശൂർ ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് CPM-കാരാണ് പറയുന്നത്. മൂന്നാം വട്ടം അവർ തന്നെ എടുക്കുമോ അറിയില്ല. പ്രാവശ്യം കാണുമ്പോൾ BJP-കാരെടുക്കുന്നു തോന്നുന്നു. നമസ്കാരം ചേട്ടാ. ഇപ്പോൾ ഇലക്ഷനൊക്കെ വന്നുകൊണ്ടിരിക്കില്ലേ? അപ്പോൾ പൊതുവെ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ ആരെടുക്കും?
ജില്ലാ പഞ്ചായത്ത് ആരെടുക്കുന്ന ചേട്ടൻ്റെ പൊതുവൊരു അഭിപ്രായം എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്കത് അഭിപ്രായത്തില് മാർക്സിസ്റ്റ് എന്താണ് കാരണം അപ്പോൾ 2 വട്ടം അവരെടുത്തല്ലോ 3-ാം വട്ടം എടുക്കാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ പെൻഷൻ കിട്ടുന്നുണ്ട് 2000 അപ്പോൾ അവരൊക്കെ പെൻഷൻ കൂട്ടിയിട്ടുള്ളോ വേറെ ആരും അതപ്പോൾ വേറെ മറ്റുള്ള മാറി പാർട്ടി വന്നിട്ടൊന്നും ഒന്നും കൂട്ടിയിട്ടില്ല. അപ്പോൾ 3-ാം വട്ടം അവർ വരണമെന്നാണ് മൊത്തത്തിലുള്ള അഭിപ്രായം ചേട്ടനൊരു ആഗ്രഹം. നമസ്കാരം ചേട്ടാ. ഇപ്പോൾ ഇലക്ഷനൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഭയങ്കര ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ ആരെടുക്കും എന്താണ് ചേട്ടൻ്റെ ഒരു പൊതുവെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം ഇപ്പോഴത്തെ നോക്കുമ്പോൾ ഒരു ബി ജെ പിക്ക് അനുകൂലം കാണും. കാരണം വെച്ചാൽ നമ്മുടെ അഴിമതിയും പല പ്രശ്നങ്ങളും ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലം കാണും. ആ ഒരു തരംഗം ഉണ്ടാവുന്ന എൻ്റെ അറിവിൽ ഞാൻ പറയണം. തൃശ്ശൂരെ സംബന്ധിച്ച് വികസനം വളരെ കുറവ് കാണാനില്ല. ഇപ്പോൾ ഇടതുപക്ഷ 5 കൊല്ലം ഭരിച്ചാലും നമ്മൾ ആർക്കൊന്നും കാണാനില്ല. ആ അതിൽ ബി ജെ പിക്ക് ഒരു ചാൻസ് ഉണ്ട്. അവർ ഇവിടെ തരുന്ന ഞാൻ അറിവ്. അപ്പോൾ 2-ാം വട്ടം 3-ാം വട്ടമൊന്നും അവരിഞ്ഞ് വരില്ല, ആര് LDF വരില്ല, വരാൻ ബുദ്ധിമുട്ടാണ്. അവർ ഇന്നത്തെ അവസ്ഥയിൽ അവർക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അവർ അത്രയും ഒരു അഴിമതിയാണ് ഇപ്പോൾ കാണുന്നത്. അതൊക്കെ നമുക്ക് അങ്ങനെ കാണുന്നുണ്ട്. നമുക്കറിയാലോ അഴിമതി കൊണ്ട് മുന്നിൽ. അപ്പോൾ ഏറ്റവും ഇപ്പോൾ ഗുണം കാണുമ്പോൾ ഇപ്പോൾ ഒരു നല്ല പാർട്ടികളിൽ ബി ജെ പി ഉള്ളൂ. നമ്മുടെ അഭിപ്രായം പറഞ്ഞാൽ ബി ജെ പി ആണ്. അവർ വരുന്നതിന് ഉറപ്പ് ഗ്യാരണ്ടിയാണ്. ഓക്കെ, താങ്ക് യു.